അപ്പം അടുത്തത് 2 വേ അനോവ. ഈ 2 വേ അനോവയ്ക്കും അനോവ ടേബിളുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ 2 ഫാക്ടേഴ്സ് വെച്ചിട്ടായതുകൊണ്ട് നമ്മൾ കോളംസ് ഉള്ളതും റോസ് ഉള്ളതും നമ്മൾ കമ്പാരിസൺ നടത്തണം. 2 ഭാഗത്തു നിന്ന് നമുക്ക് കമ്പാരിസൺ നടത്തണം. അപ്പോൾ ബിറ്റ്വീൻ കോളത്തിൽ സം ഓഫ് സ്ക്വയേഴ്സ് SSC ആയിട്ടും ബിറ്റ്വീൻ റോസിൻ്റെ ആണെങ്കിൽ SSR ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കോളംസ് നിന്ന് 1 ക്യാൻസൽ ചെയ്യുക. റോൻ്റെ കേസിലാണെങ്കിൽ R-1 ആയിരിക്കും. മീൻ സ്ക്വയേഴ്സ് MSC ആണ് ഡിനോട്ട് ചെയ്യുന്നത്. മീൻ സ്ക്വയേഴ്സ് റോൻ്റെ കേസിലാണ് MSR. ദെൻ അതിൻ്റെ റേഷ്യോ നമുക്ക് 2 കോളം കമ്പാരിസണിലുണ്ട്, റോ വൈസ് കമ്പാരിസണിലും നമുക്ക് വാല്യൂ കിട്ടുന്നുണ്ട്. പിന്നെ എറർ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് SSC നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുണ്ടാവും. ദെൻ അതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ C-1 R-1 ആണ്. ദെൻ അതിൻ്റെ മീൻ സ്ക്വയേഴ്സ് എന്ന് പറഞ്ഞാൽ MSC. ദെൻ ടോട്ടൽ എന്ന് പറഞ്ഞാൽ SST തന്നെയാണ്. നമ്മളുടെ 1 വേ ക്ലാസിഫിക്കേഷനിൽ കുറച്ച് സിമിലാരിറ്റീസ് ഉണ്ടെങ്കിൽ ചെറിയൊരു വ്യത്യാസം മാത്രമാണ് 2 വേയിലുള്ളത്. 2 വേൻ്റെ പ്രൊസീജിയറായിട്ട് വരുന്നത് നമ്മൾ ആദ്യം H0 നമ്മൾ സെറ്റ് ചെയ്യണം. H0 നമ്മൾ 2 തരത്തിൽ സെറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ കോളത്തിലെ മീൻസ് ഈക്വൽ ആണെന്നും എല്ലാ റോയിലുള്ള മീൻസ് ഈക്വൽ ആണെന്ന രീതിയിൽ നമ്മൾ 2 രീതിയിലും സെറ്റ് ചെയ്യണം. കാരണം അതെന്താ 2 വേ ക്ലാസിഫിക്കേഷൻ ആയതുകൊണ്ടാണ്. ദെൻ പിന്നെ നമ്മൾ T കാൽക്കുലേറ്റ് ചെയ്യണം. T നമ്മൾ പറഞ്ഞ 1 വേ ക്ലാസിഫിക്കേഷനിലുള്ള പോലെ സം ഓഫ് ഓൾ ഒബ്സർവേഷൻ ആണ്. ദെൻ SST എന്ന് പറഞ്ഞാൽ എന്താ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഓൾ ഒബ്സർവേഷൻ മൈനസ് T²/n ആണ്. ദെൻ SSC ബിറ്റ്വീൻ കോളംസ് സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് കോളംസ് ആണിത് പറയുന്നത്. അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് സം ഓഫ് x1² പ്ലസ് സം ഓഫ് x2² എക്സെട്ര മൈനസ് T² ആണ്. അതിൽ x1 x2 എന്നൊക്കെ ഉള്ളത് കോളത്തിലുള്ള കോളം ടോട്ടലിൻ്റെ വാല്യൂസ് ആയിരിക്കും. ദെൻ SSR എന്നുള്ള സം ഓഫ് x1² പ്ലസ് സം ഓഫ് x2² എക്സെട്ര മൈനസ് T². ഇതിൽ സം ഓഫ് x1 സം ഓഫ് x2 ഒക്കെ എക്സെട്ര അതൊക്കെ എന്താ റോ ടോട്ടലും ആയിരിക്കും. SSC സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് എറർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? SST മൈനസ് SSC മൈനസ് SSR ആയിരിക്കും. MSCക്കും അതേപോലെ ഉണ്ട് കാൽക്കുലേഷൻ SSC/C-1. MSRൻ്റെ കാൽക്കുലേഷൻ SSR/R-1. MSCൻ്റെ കാൽക്കുലേഷൻ SSC/C-1 ഇൻറ്റു R-1. അങ്ങനെ സിയും ആറും എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കോളംസ് ആണ്, C നമ്പർ ഓഫ് റോസ് ആണ്, R എന്നുള്ളത്. ദെൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ F റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം. F റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ് MSC. കോളം വൈസ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ MSC/MSC. ദെൻ റോ വൈസ് ഉള്ള കാൽക്കുലേഷൻ ആണെങ്കിൽ MSR/MSC. ദെൻ ഡിഗ്രി ഓഫ് ഫ്രീഡം FCൻ്റെ കേസിലും FRൻ്റെ കേസിലും സെപ്പറേറ്റ് ആണ്. കോളത്തിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ C-1 പിന്നെ ഉള്ളതാണ് C-1 ഇൻറ്റു R-1. റോ വൈസ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം R-1 C-1 ഇൻറ്റു R-1. ആ 2 തരത്തിലുള്ള ഡിഗ്രി ഓഫ് ഫ്രീഡം ആയിരിക്കും ഉണ്ടാവുക. അപ്പം 2 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടായിരിക്കും ഒന്നിൽ. അപ്പോൾ കോളം വൈസിൽ 2 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്, FRലും 2 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടായിരിക്കും. കാൽക്കുലേഷൻ വന്നാലാണ് ഒന്നും കൂടി ഇത് മനസ്സിലാവുക. അപ്പോൾ അടുത്തത് ഒരു പ്രോബ്ലം ചെയ്യാം. അപ്പം പ്രോബ്ലം 3 varieties of crops A, B, C are tested in a randomized block design for replications. The yield are given below. അപ്പോൾ നമുക്ക് 3 വെറൈറ്റീസ് ആണുള്ള ABC. അത് 4 രീതിയിൽ നമുക്ക് 4 റെപ്ലിക്കേഷൻസ് ആയിട്ട് തന്നിട്ടുണ്ട്. റാൻഡമായിട്ട് ടെസ്റ്റ് ചെയ്ത് 4 ഒബ്സർവേഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ വെറൈറ്റി നമുക്ക് ഒന്നല്ല, ഒരു ഫാക്ടർ അല്ല ഉള്ളത്, 3 ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് 2 വേ ക്ലാസിഫിക്കേഷന് നമ്മൾ എടുക്കുള്ളൂ. അതിൻ്റെ ഓരോ ഒബ്സർവേഷൻസും നമുക്ക് തന്നിട്ടുണ്ട്. അതായത് ആ ടെസ്റ്റർ ABC ആർ ടെസ്റ്ററിൻ്റെ റാൻഡമൈസ്ഡ് ബ്ലോക്ക് ഡിസൈൻ 4 റെപ്ലിക്കേഷൻസ്. ദ yield are given below. അപ്പോൾ ഫസ്റ്റ് 1 ആണ് 6, 7, 8. സെക്കൻഡ് 4, 6, 5, 8. പിന്നെ തേർഡ് 8, 6, 10. പിന്നെ ഫോർത്ത് 6, 9, 9. പിന്നെ അതിൻ്റെ ടോട്ടലായിട്ട് ഇവിടെ തന്നിട്ടുണ്ട് 24, 28, 32 ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഒബ്സർവേഷൻസ് നമുക്ക് ഈ ഒരു ഇതല്ലേ, അതായത് X1, X2, X3, X4 ഇതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇതിൽ വെച്ചിട്ട് നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മളുടെ 2 വേയിലും 1 വേയിലൊക്കെ ആയാലും ഫസ്റ്റ് സ്റ്റെപ്പ് അസ്യൂം മീൻസ് ആർ ഈക്വൽ എന്ന് നമ്മൾ രീതിയിൽ കൊടുക്കും. ഇവിടെ അസ്യൂം മീൻസ് ഓഫ് ഓൾ കോളംസ് ആർ ഈക്വൽ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് H0 നമ്മൾ സെറ്റ് ചെയ്യും. അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മളിവിടെ പറഞ്ഞിരുന്നല്ലോ, അതായത് 2 വേൻ്റെ പ്രൊസീജിയർ നമ്മൾ പറഞ്ഞു അസ്യൂം മീൻസ് ഓഫ് ഓൾ കോളംസ് ആർ ഈക്വൽ എന്ന് പറഞ്ഞാണ്ട് അസ്യൂം മീൻസ് ഓഫ് ഓൾ
റോസ് ആർ ഈക്വൽ എന്ന് പറഞ്ഞാൽ H0 നമ്മൾ സെറ്റ് ചെയ്യണം. അങ്ങനെ ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. ദെൻ സെക്കൻഡ് സ്റ്റെപ്പാണ് ടി കാൽക്കുലേറ്റ് ചെയ്യണം. ടി എന്ന് പറഞ്ഞാൽ സം ഓഫ് ഓൾ ഒബ്സർവേഷൻ. ഇതാണല്ലോ ഒബ്സർവേഷൻസ്, അതെല്ലാം സം ചെയ്യുന്ന കിട്ടുന്ന വാല്യൂ. അതായത് 6 പ്ലസ് 4 പ്ലസ് 8 പ്ലസ് 6 പ്ലസ് 7 പ്ലസ് 6 പ്ലസ് 6 പ്ലസ് 9 പ്ലസ് 8 പ്ലസ് 5 പ്ലസ് 10 പ്ലസ് 9. ഇതെന്ന് പറഞ്ഞാൽ ടോട്ടലാണ്. ഇതിൻ്റെ ടോട്ടൽ ഒബ്സർവേഷനിൽ പെടുന്നില്ല ഈ കോളം. ഇവിടെ എന്താ ആകെ നമുക്ക് കോളമായിട്ട് ഇത് വരുന്നുള്ളൂ 1 2 3 4 ഇതേ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? ടി ഈസ് ഈക്വൽ ടു 84. അടുത്തത് ക്യാപിറ്റൽ എൻ. എൻ എത്ര? നമ്പർ ഒബ്സർവേഷൻസ് ആണ്. എത്ര ഒബ്സർവേഷൻ ഉണ്ട്? 1 2 3. അത് ഒന്നിൻ്റെ അല്ല, അങ്ങനെ എത്ര ഉണ്ട്? 4 ഉണ്ട്. അപ്പോൾ 3 × 4 നമുക്ക് 12 ഒബ്സർവേഷൻസ്. എൻ ഇസ് ഈക്വൽ ടു 12 ആണുള്ളത്. നെക്സ്റ്റ് നമുക്ക് SST. SST എന്ന് പറഞ്ഞാൽ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഓൾ ഒബ്സർവേഷൻസ് മൈനസ് T²/n ആണ്. അപ്പോൾ സം ഓഫ് സ്ക്വയേഴ്സ് ആണ്. സ്ക്വയേഴ്സ് ആണ് 6ൻ്റെ സ്ക്വയർ, അതായത് 6 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ പ്ലസ് ഇതിൻ്റെ എല്ലാം ഈ ഒബ്സർവേഷൻ്റെ എല്ലാം സ്ക്വയേഴ്സ് മൈനസ് T² എന്താ? 84ൻ്റെ സ്ക്വയർ ബൈ 12. ഇതിൻ്റെ ആൻസർ ഇത്രയും പോർഷൻ്റെത് നമുക്ക് 624 മൈനസ് 5 ഇതിൻ്റെത് 588 ഇസ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് 36. അപ്പോൾ SSTൻ്റെ വാല്യൂ 36 ആണെന്ന് കിട്ടി. അടുത്ത നമുക്ക് SSCയും SSRും കാൽക്കുലേറ്റ് ചെയ്യണം. SSC എന്ന് പറഞ്ഞാൽ സമ്മേഷൻ ഓഫ് x1 സ്ക്വയർ ബൈ n1 പ്ലസ് എക്സെട്ര T²/n. ഇവിടെ അത് എക്സിൻ്റെ കോളം വൈസുള്ള കോളത്തിലുള്ളതാണ് എന്ത് x1 എന്നുള്ളത്. ഈ x1 x2 ഒക്കെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതല്ലേ ഇവിടുത്തെ കോളം. ഇത് ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളം, ഫോർത്ത് കോളം. അതിലുള്ള വാല്യൂസിൻ്റെ സമ്മാണ് 6 7 8. അതിൻ്റെ മൊത്തം സമ്മ് 21. ആ 21ൻ്റെ സ്ക്വയർ 21 സ്ക്വയർ ബൈ എത്ര ഒബ്സർവേഷൻസ് ഉണ്ട് ഇതിൽ? 1 2 3. അപ്പോൾ 3 പ്ലസ് അടുത്ത x2ൻ്റെ സ്ക്വയർ, x2 സമ്മിൻ്റെ സ്ക്വയർ. അപ്പോൾ എത്ര? 15 സ്ക്വയർ ബൈ ഇവിടെ എത്ര ഒബ്സർവേഷൻ? 3 പ്ലസ് അടുത്തത് നോക്കുമ്പോൾ എന്താ? 24ൻ്റെ സ്ക്വയർ ബൈ 3 പ്ലസ് അടുത്തത് വീണ്ടും 24 സ്ക്വയർ ബൈ 3 മൈനസ് T²/n എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ എത്രയായിരുന്നു? 588 ആണ്. അത് മൊത്തം സോൾവ് ചെയ്ത് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ മൊത്തം കാൽക്കുലേഷൻ 606 മൈനസ് 588 ഇസ് ഈക്വൽ ടു നമുക്ക് 18 എന്ന് കിട്ടും. ഇനി SSR സമ്മേഷൻ ഓഫ് x1ൻ്റെ സ്ക്വയർ ബൈ n1 പ്ലസ് സമ്മേഷൻ ഓഫ് x2ൻ്റെ സ്ക്വയർ ബൈ n2 എക്സെട്ര T²/n മൈനസ് T²/n ആണ്. അതിൽ x എന്ന് പറഞ്ഞാൽ റോയിലുള്ള ഒബ്സർവേഷൻ. അപ്പോൾ റോയിലുള്ള ഒബ്സർവേഷൻ അതിൻ്റെ ടോട്ടൽ ഉണ്ട് എത്ര? 24. ഇതിൻ്റെ മൊത്തം 28. ഇതിൻ്റെ മൊത്തം 32. അപ്പോൾ അതിൻ്റെ സ്ക്വയറാണ്. അപ്പോൾ എത്ര? 24ൻ്റെ സ്ക്വയർ ബൈ എത്ര ഒബ്സർവേഷനാണ്? 1 2 3 4 ആണ്. പ്ലസ് 28ൻ്റെ സ്ക്വയർ ബൈ 4 എന്നല്ലേ ഇവിടെ? 28 1 2 3 ഇതിൻ്റെ 28ൻ്റെ ഒബ്സർവേഷനും 4 തന്നെയാണ്. പ്ലസ് അടുത്തത് 32ൻ്റെ സ്ക്വയർ ബൈ 4 മൈനസ് 588. അതായത് ഇത്രയും ടേം മൈനസ് 588 ചെയ്യുക ഇസ് ഈക്വൽ ടു നമുക്ക് 596 മൈനസ് 588 ഇസ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്ന 8 എന്നായിരിക്കും. ഇനി നെക്സ്റ്റ് SSE ഇസ് ഈക്വൽ ടു SST മൈനസ് SSC മൈനസ് SSR ആണ്. അപ്പോൾ SST നമുക്ക് വാല്യൂ അറിയാം 36 മൈനസ് SSCൻ്റെ വാല്യൂ 18 മൈനസ് SSRൻ്റെ വാല്യൂ 8 ഇസ് ഈക്വൽ ടു 10. അതാണ് SSC ആയിട്ട് നമുക്ക് കിട്ടുക. നെക്സ്റ്റ് നമുക്കിനി MSC ഫൈൻഡ് ചെയ്യണം. MSC എന്ന് പറഞ്ഞാൽ SSC ബൈ C മൈനസ് 1. SSCൻ്റെ ആൻസർ 18 മൈനസ് C എത്ര കോളംസ് ആണ്? 1 2 3 4 കോളംസ്. അപ്പോൾ 4 മൈനസ് 1 ഇസ് ഈക്വൽ ടു 18/3 ഇസ് ഈക്വൽ ടു 6. ഇനി MSR SSR ബൈ R മൈനസ് 1. R എത്ര റോയാണുള്ളത്? എത്ര റോയാ? 1 2 3 3 റോയല്ലേ ഉള്ളത്. SSRൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 8 ആണ്. അപ്പം 8/3 മൈനസ് 1 ഇസ് ഈക്വൽ ടു 8/2 ഇസ് ഈക്വൽ ടു 4. അതാണ് MSCയും MSRും കിട്ടി. ഇനി നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് MSE ഇസ് ഈക്വൽ ടു SSC ബൈ
സി മൈനസ് 1 ഇൻറ്റു ആർ മൈനസ് 1 ഇസ് ഈക്വൽ ടു 10 ആണ് എസ് എസ് സിൻ്റെ വാല്യൂ 10 ആണ് ബൈ സി മൈനസ് 1 എന്ന് പറഞ്ഞാൽ 3 ആണ്. 3 ഇൻറ്റു 2 ഇസ് ഈക്വൽ ടു 10/6 ഈക്വൽ ടു 1.667 ആയിട്ടായിരിക്കും വാല്യൂ. ഇനിയിപ്പോൾ കിട്ടിയിരിക്കുന്ന വാല്യൂസൊക്കെ നമുക്ക് അനോവ ടേബിളിലൊന്ന് ആഡ് ചെയ്യാം. ബിറ്റ്വീൻ കോളംസിൻ്റെതും ബിറ്റ്വീൻ റോസ്, പിന്നെ എറേഴ്സ്, പിന്നെ ടോട്ടൽ, അതിൻ്റെ സം ഓഫ് സ്ക്വയേഴ്സ്, ഡിഗ്രി ഓഫ് ഫ്രീഡം, മീൻ സ്ക്വയേഴ്സ്, എഫ് റേഷ്യോ നമ്മൾ ഫൈൻഡ് ചെയ്തിട്ടില്ല, അത് ഫൈൻഡ് ചെയ്യണം. അപ്പോൾ ബിറ്റ്വീൻ കോളത്തിൻ്റെ വാല്യൂ എന്തായിരുന്നു? എസ് എസ് സി ഇസ് ഈക്വൽ ടു നമുക്ക് കിട്ടിയിരിക്കുന്നത് 18. എസ് എസ് ആർ നമുക്ക് കിട്ടിയത് 8, എസ് എസ് ഇ നമുക്ക് കിട്ടിയത് 10, എസ് എസ് ടി നമുക്ക് കിട്ടിയത് 36. സി മൈനസ് 1 നമുക്ക് 3 ആണ്. ആർ മൈനസ് 1 നമുക്ക് 2. സി മൈനസ് 1 ഇൻറ്റു ആർ മൈനസ് 1 നമുക്ക് കിട്ടിയിരിക്കുക 6. അടുത്ത മീൻ ഓഫ് സ്ക്വയേഴ്സ് എം എസ് സി നമ്മുടെ വാല്യൂ 6, എം എസ് ആറിൻ്റെ വാല്യൂ 4, എം എസ് സിൻ്റെ വാല്യൂ 1.667. എഫ് റേഷ്യോ ഫൈൻഡ് ചെയ്യണം. അതിൽ കോളം വൈസിലുള്ള എഫ് റേഷ്യോ ആണെന്നുണ്ടെങ്കിൽ എം എസ് സി ബൈ എം എസ് ഇ ഇസ് ഈക്വൽ ടു 6/1.667 ഈക്വൽ ടു 3.59 ആണ് കിട്ടുക. അപ്പോൾ നമ്മൾ 3.6 ആക്കി റൗണ്ട് ചെയ്യും. ഇനി എഫ് ആറിൻ്റെ ആണെന്നുണ്ടെങ്കിൽ എം എസ് ആർ ബൈ എം എസ് സി ഇസ് ഈക്വൽ ടു 4/1.667 ഈക്വൽ ടു 2.4 ആയിരിക്കും. എന്താണ് എഫ് സി ഇസ് ഈക്വൽ ടു എത്രയാണ്? 3.6ഉം എഫ് ആർ ഇസ് ഈക്വൽ ടു 2.4ഉം. നമ്മൾ ടേബിൾ വാല്യൂ ഫൈൻഡ് ചെയ്യും. ടേബിൾ വാല്യൂ ഫൈൻഡ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഡിഗ്രി ഓഫ് ഫ്രീഡം നോക്കണം. ഇപ്പോൾ കോളം വൈസ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ സി മൈനസ് 1 സി മൈനസ് 1 ഇൻറ്റു ആർ മൈനസ് 1 ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്താ വരിക? സി എന്ന് പറഞ്ഞാൽ കോളം എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ 3ഉം 4 ആണ്. അപ്പോൾ 4 മൈനസ് 1 3. ദെൻ സി മൈനസ് 1 ഇൻറ്റു ആർ മൈനസ് 1 നമുക്ക് ഇത്രയും നേരത്തെ കിട്ടിയത് 6 ആണ്. അതാണ് കോളം വൈസ് ഉള്ള ഡിഗ്രി ഓഫ് ഫ്രീഡം. ഇനി റോ വൈസ് ഉള്ള ഡിഗ്രി ഓഫ് ഫ്രീഡം ആണെന്നുണ്ടെങ്കിൽ ആർ മൈനസ് 1 സി മൈനസ് 1 ഇൻറ്റു ആർ മൈനസ് 1 നമുക്ക് എത്ര കിട്ടുന്നത്? 2. റോ എന്ന് പറഞ്ഞാൽ 3 എണ്ണമാണ്. അപ്പം 3 മൈനസ് 1 2, 6. ഇതാണ് റോ വൈസുള്ള ഡിഗ്രി ഓഫ് ഫ്രീഡം. അപ്പം ഡിഗ്രി ഓഫ് ഫ്രീഡം കിട്ടിക്കഴിഞ്ഞാൽ, കോളം വൈസുള്ള ഡിഗ്രി ഓഫ് ഫ്രീഡം കിട്ടിക്കഴിഞ്ഞാൽ അതിലുള്ള ടേബിൾ വാല്യൂ നമ്മളുടെ 3ഉം 6ഉം ആണ് നമുക്ക് വേണ്ടത്. 3ഉം 6ഉം. അപ്പം 3ൽ നമ്മൾ നോക്കി, ദെൻ 6 വരെയുള്ള വാല്യൂ നോക്കാം. 6 അപ്പോൾ എന്താ 4.76 ആണ് ടേബിൾ വാല്യൂ ആയിട്ട് കിട്ടുന്നത്. 4.76. റോ വൈസ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ 2ഉം 6ഉം ആണ് ഡിഗ്രി ഓഫ് ഫ്രീഡം. അപ്പോൾ 2 നോക്കി, 2ൽ 6 നോക്കാം. 2ൽ 6 വരുന്നത് 5.14. അപ്പോൾ ടേബിൾ വാല്യൂ 5.14. ഓക്കെ. എഫ് സിൻ്റെ കോളം വൈസ് ഉള്ളതിൻ്റെ എന്താണ് കമ്പ്യൂട്ടഡ് വാല്യൂ, അതായത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന വാല്യൂ 3.6ഉം കമ്പ്യൂട്ടഡ് വാല്യൂ. ദെൻ എന്താണ് ഈ കോളം വൈസ് ഉള്ളതിൻ്റെ എൻ്റെ ടേബിൾ വാല്യൂ നമുക്ക് 4.76 ആണ് കിട്ടിയത്. ടേബിൾ വാല്യൂവിനേക്കാൾ കുറഞ്ഞതാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ടേബിൾ വാല്യൂവിനേക്കാൾ കുറഞ്ഞ വാല്യൂ ആണ് കമ്പ്യൂട്ടഡ് വാല്യൂ എങ്കിൽ നമുക്ക് H0 അക്സെപ്റ്റ് ചെയ്യാം. H0 അക്സെപ്റ്റഡ്. കാരണം ഇതിനെ 4.76 കുറഞ്ഞ വാല്യൂ ആണ് 3.6. സോ നമുക്ക് എന്താ കാൽക്കുലേറ്റഡ് വാല്യൂ ഈസ് ലെസ് ദാൻ ദ ടേബിൾ വാല്യൂ. സോ അക്സെപ്റ്റ് ദ നൾ ഹൈപ്പോത്തസിസ്. റോ വൈസിൻ്റെ ആണെന്നുണ്ടെങ്കിലോ, റോ വൈസ് ആണെന്നുണ്ടെങ്കിൽ ടേബിൾ വാല്യൂ നമുക്കറിയാം 5.14 ആണ്. കമ്പ്യൂട്ടഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ 2.4 ആണ്. സോ ഇതും ടേബിൾ വാല്യൂവിനേക്കാൾ കുറഞ്ഞ വാല്യൂ ആണ് കമ്പ്യൂട്ടഡ് വാല്യൂ. സോ നമ്മൾ എന്താ അക്സെപ്റ്റ് ദ
ആക്സെപ്റ്റ് ദ നൾ ഹൈപ്പോത്തസിസ്, അതായത് H0 നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. എന്താണ് എന്തെഴുതാ, കാൽക്കുലേറ്റഡ് വാല്യൂ ഇസ് ലെസ് ദാൻ ദ ടേബിൾ വാല്യൂ, സോ ആക്സെപ്റ്റ് ദ നൾ ഹൈപ്പോത്തസിസ്.